ബാൽക്കണിയിൽ നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വിട്ടില്ല. ഞങ്ങൾ സ്വെറ്റർ ഇട്ട് തന്നെയാണ് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പും കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലൈമറ്റ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറ്റിച്ചു. ഇങ്ങനത്തെ പൂക്കൾ കാണുമ്പോഴാണ് വിന്റർ എന്ന ജയിലിൽ നിന്ന് സ്പ്രിങ്ങിലോട്ട് ചാടിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടെണ്ണം കൂടെ കെട്ടിയൊരുങ്ങി എങ്ങോട്ട് പോവാന്നില്ല. ഞങ്ങൾക്ക് ആമസോണിൽ വന്ന് കുറച്ച് പാർസൽ റിട്ടേൺ അയക്കാനുണ്ടായിരുന്നു. അങ്ങനെ റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്ക് ഇത് വായിനോട്ടം എന്റെ സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി വല്ലവതിന് ഷോപ്പെത്തി. അങ്ങനെ റിട്ടേൺ അയക്കേണ്ടത് അയച്ചിട്ട് ക്ലാസ് ക്ലിക്ക് ചെയ്യാൻ ഉത്തിരിഞ്ഞു നോക്കി. ഹായ് മുറ്റത്തൊരു മൈനമാരെ വന്നിട്ട് ഇവിടെ നിന്ന് എങ്ങനെയാ ഒന്നും കഴിക്കാതെ പോവാ. അങ്ങനെ ഞാനും കെട്ടിയവനും കൂടെ എന്തോ ഓർഡർ ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി ഫൈനലി ഇതിലെത്തിപ്പെട്ടു. പുതുതായിട്ട് ഒരു ഡിഷ് ട്രൈ ചെയ്യുന്നതിന്റെ ക്യൂരിയോസിറ്റിയിലായിരുന്നു ഗെസ് രണ്ടാളും. അങ്ങനെ വെയിറ്റിംഗ് കുറെ ആയപ്പോ ഏതാണ്ട് എന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന്. നീ അറിഞ്ഞാ നമ്മള് കേട്ടോ. കുറെ കാത്തിരിപ്പിന്റെ അവസരം ഒടുവിൽ കിട്ടിയത് ഇങ്ങനെയായിരുന്നു ഗൈസ്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ആയിരുന്നു. എന്തായാലും ഞങ്ങൾ രണ്ടാളും വയറിനെ സമാധാനിപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെ കിട്ടിയ പണി രണ്ടാളും ഏറ്റുവാങ്ങി. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.